രാമനെ മാത്രമല്ല നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇതാ മുസ്ലിങ്ങളുടെ വളരെ പ്രശസ്തമായ കാശ്മീരിലെ ഒരു പള്ളി അദ്ദേഹം പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മാറിയ കാശ്മീരിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഭീകരരുടെ ഒളിത്താവളം എന്ന നിലയിൽ വാർത്തകൾ സൃഷ്ടിച്ച പള്ളി സമഗ്രമായ ആത്മീയ അനുഭവം മെച്ചപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും ആദരണീയമായ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഹസ്രത് ബാൽ. ഹസ്രത് ബാൽ പള്ളിയുടെ സംയോജിത വികസന പദ്ധതി നരേന്ദ്രമോദി അടുത്ത ദിവസം നിർവഹിക്കുമ്പോൾ മോദി എന്ന പേരിനോടൊപ്പമുള്ള മുസ്ലിം വിരുദ്ധത അത് ഒഴിഞ്ഞുപോവുകയാണ്. 18ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ മുഹമ്മദ് നബിയുടെ വിശുദ്ധ തിരുശേഷിപ്പ് കൈവശം വെച്ചിരിക്കുന്ന പള്ളിയാണ് ഹസ്രത് ബാൽ. സിഖുകാർക്ക് സുവർണക്ഷേത്രം എന്നതുപോലെയാണ് കശ്മീരികൾക്ക് ഹസ്രത് ബാൽ. എന്നാൽ കാശ്മീർ തീവ്രവാദത്തോട് ചേർത്താണ് പലപ്പോഴും ഹസ്രത് ബാൽ പള്ളിയുടെ പേര് ശ്രദ്ധേയമായത്. 1990-ൽ തീവ്രവാദികളുടെ സംഗമ സ്ഥാനമായി ഈ പള്ളി മാറി. 1993-ൽ അവർ സുരക്ഷിതമായ പള്ളിവളപ്പിൽ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചു. 1993 ഒക്ടോബർ 15-ന് തീവ്രവാദികൾ പള്ളിയുടെ പൂട്ടുകൾ തകർത്തുവെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പള്ളി സമുച്ചയം വളഞ്ഞു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ഓപ്പറേഷൻ ബലാക്കോട്ട്, അൽ ജിഹാദ് എന്നിവയുടെ 70ഓളം സായുധരായ തീവ്രവാദികൾ പള്ളിയുടെ നിയന്ത്രണത്തിൽ പിടിമുറുക്കുകയായിരുന്നു. ശ്രീനഗറിലെ ദാൽ നദിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹസ്രത് ബാൽ മസ്ജിദ് അത്തരത്തിൽ മനോഹരമായൊരു നിർമ്മിതിയാണ്. കൌതുകമുണർത്തുന്ന ചരിത്രം കൊണ്ടും മനോഹരമായ വാസ്തുശില്പം കൊണ്ടും പ്രസിദ്ധമായ ഈ മസ്ജിദ് ജാതിമതഭേദമന്യേ ഇന്ന് കാശ്മീരിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യകേന്ദ്രമാണ്. മദീനത്ത് സാനി, ദർഗ ഷൈരി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പേരാണ് ഹസ്രത് ബാൽ എന്നത്. ഹസ്രത്ത് എന്നതിന് ആദരിക്കപ്പെടുന്നത് എന്നും ബാൽ എന്നതിന് സ്ഥലം എന്നുമാണ് കശ്മീരി ഭാഷയിൽ അർത്ഥം. 17ാം നൂറ്റാണ്ട് മുതലാണ് ഈ മസ്ജിദിന്റെ കൌതുകകരമായ ചരിത്രം ആരംഭിക്കുന്നത്. തിരുനബിയുടെ പരിശുദ്ധമായ താടിരോമം സൂക്ഷിച്ച ഈ പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ആദ്യകാലത്ത് ഇഷബ് മഹലും പൂന്തോട്ടവുമായിരുന്നു ഉണ്ടായിരുന്നത്. 1623-ൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ ഉദ്യോഗസ്ഥനായിരുന്ന സാദിഖ് ഖാനായിരുന്നു ഇത് നിർമ്മിച്ചത്. അതിനാൽ ബാഗെ സാദിഖ് ഖാൻ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. 1624-ൽ ഷാജഹാൻ പ്രദേശം സന്ദർശിക്കുകയും അത് നിസ്കാര ഹാളായി മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. ഹസ്രത് ബാൽ ദേവാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളും സുഖസൌകര്യങ്ങളും സൃഷ്ടിക്കുന്നതിനും അവരുടെ സമഗ്രമായ ആത്മീയ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമായി ഹസ്രത് ബാൽ ദേവാലയത്തിന്റെ സംയോജിത വികസനം എന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ദേവാലയത്തിന്റെ അതിർത്തി മതിൽ നിർമ്മാണം ഉൾപ്പെടെ മുഴുവൻ പ്രദേശത്തിന്റെയും വികസനം, ഹസ്രത് ബാൽ ആരാധനാലയങ്ങളുടെ ചുറ്റുപ്രദേശങ്ങളിലെ പ്രകാശാലങ്കാരം, ദേവാലയത്തിനു ചുറ്റുമുള്ള ഘാട്ടുകളുടെയും ദേവപാതകളുടെയും മെച്ചപ്പെടുത്തൽ, സുഫി വ്യാഖ്യാന കേന്ദ്രത്തിന്റെ നിർമ്മാണം, വിനോദസഞ്ചാര സൌകര്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം, അടയാളങ്ങൾ സ്ഥാപിക്കൽ, ബഹുനില കാർ പാർക്കിംഗ്, ആരാധനാലയത്തിന്റെ പൊതു സൌകര്യ ബ്ലോക്കിന്റെയും പ്രവേശന കവാടത്തിന്റെയും നിർമ്മാണം തുടങ്ങിയവയും ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.